പ്രണയം എന്ന വാക്കിന് പ്രേമമെന്നല്ല അർത്ഥം. 40കളിലെന്ന് പറഞ്ഞാൽ പക്വതയുള്ള പ്രണയമാണ്, കുട്ടിത്തമല്ല. ചിലപ്പോൾ വേദനകളിൽ ഉരുത്തിരിഞ്ഞ് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലാകുമ്പോൾ അവിടെ ഒന്നേന്ന് ജീവിതം തുടങ്ങുമായിരിക്കും. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സംരംഭമായിരിക്കും. കലോത്സവത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ ശരിക്കും? പിന്നെ ഞാൻ പറയാം അങ്ങനെ ആരെന്ത് പറഞ്ഞാലും എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. എൻ്റെ മോളെ തുറന്നടിച്ച് പറയണം നമ്മള്, അല്ലെ എങ്ങനെ സമൂഹം അറിയും? തൽപര കക്ഷികൾക്കാണ് പേനാമുനയുടെ അവാർഡുകൾ. ഒരിക്കലും അർഹതപ്പെട്ടവർക്ക് കിട്ടത്തില്ലെന്ന് പല ഇടത്തും മാർക്കിടാൻ പോയി എനിക്കും അറിയാം. അർഹതപ്പെട്ട കുഞ്ഞ് ആ കല എത്ര ദിവസത്തെ പ്രാക്ടീസ് വിയർത്ത് കുളിച്ച് പ്രസന്റ് ചെയ്ത് അർഹതപ്പെട്ട കുഞ്ഞിന് കിട്ടത്തില്ല. പേരില് ആക്ഷേപിച്ചില്ലായിരുന്നു സത്യഭാമ? വിവരമില്ലായ്മ പ്രത്യേകിച്ച് ഒരു കലാകാരി ചെയ്യരുത്. പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? ഇപ്പൊ യമൻ വന്ന് കൊണ്ടുപോകാൻ നിൽക്കുമ്പോ കറുത്ത പോത്തും മറ്റേരും വന്ന് ഞാൻ പോകത്തില്ല, വെളുത്ത പോത്തിനെ വിടെന്ന് പറയൂ. എന്റെ ജീവനാണ് നൃത്തം. ചിലങ്ക നൃത്തം അഭ്യസിച്ച കളരിയിൽ പഠിച്ച ഒരാൾക്ക് വിനയവും ഗുരുത്വവും ഉണ്ടാകും. ബേസലിന്റെ വേറൊരു രൂപം ഐറ്റത്തൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് അമ്മയും മോനും എന്നിട്ട് ഞങ്ങളെ കൂടെ ഫോട്ടോ ഇട്ട് ആർക്കാണ്ട് ഇട്ടുകൊണ്ട് കറക്റ്റ് അമ്മയും മോനും വന്ന് പറയും. അതിനകത്തില് എന്നത്തെ പേസറ ലീസ് കൂട്ടി 2 മാസമായി 8 രൂപ കൊടുക്കണേ. കടയിൽ പൊട്ടി സാവിയെ കൊടുക്കാൻ പൊന്നിച്ചാമി എട്ടത്തേക്ക് എരുമ മേക്കണ്ട നീമേ കൂടെ ചെന്ന് ഞാനും ചേരറിയാൻ മുടിയാതെ എപ്പോഴാ കൂസാമത്തിങ്കര നാണമില്ലാതെ അങ്ങനെ ആയിരുന്നു തിന്നുന്നത്. മലയാളം പറഞ്ഞ എങ്ങനെയാടാ നാണമില്ലായിരുന്നതിന് എങ്ങനെ പറഞ്ഞാലും അത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് നിൽക്കും അത് പോകും. ഇങ്ങനെ നല്ല രസമാണ് അത് കാണാൻ. ഒരു കളങ്കമില്ലാത്ത ഒരു ജീവിതം. മക്കൾക്ക് വേണ്ടി ജീവിക്കണം. അമ്മയുടെ കടപ്പാടാണ് അവരെ ഒരു കരയ്ക്ക് എത്തിക്കുക. മരുമകളോട് വഴക്കിടത്തില്ല. ഞാനൊന്ന് ഒച്ചിപ്പോന്നു മോളെ എന്നല്ലാതൊന്നും വിളിച്ചിട്ടില്ല എന്റെ മരുമകളെ. മക്കളുടെ പേരെങ്ങനെയായിരുന്നു? ഭയങ്കര കരുണാകരൻ, കാതരാക്ഷി, കമലാക്ഷി, കമലൻ, കാദംബരി, കാർത്തികേയ, കമലമ്മ, കനകമ്മ. പിന്നെ അമ്മ ഒരു മികച്ച നടിക്കുള്ള ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് നാടകത്തില്. പിന്നെ സിനിമയിൽ എന്തുകൊണ്ടാണ് കുറെ നാൾ വൈകിപ്പോയത്? അവസരങ്ങൾ കിട്ടാൻ സാഹചര്യം ഉള്ളപ്പോഴൊക്കെ ദൂരമാണ്, ഒറ്റയ്ക്ക് വിടത്തില്ല. നല്ല സിനിമ. അതുപോലെ റാണിചന്ദ്രയുടെ ക്ലാസ്മേറ്റ് ആയിട്ട് കോൾ ഷീറ്റ് എഴുതാൻ അങ്ങോട്ട് പോയതാ. അപ്പോഴാണ് പ്ലെയിൻ കത്തി മരിക്കുന്നത്. അപ്പൊ എനിക്ക് സമയമായിട്ടില്ല. അതോടുകൂടി അതങ്ങനെ നായികയാവാൻ പറ്റുന്നൊരു നായികയുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ. എൻ്റെ അമ്മേ ഒന്ന് കിട്ടിയായിരുന്നു എങ്കിൽ. ഇപ്പോഴത്തെ ഓരോരുത്തരെ ഞാൻ കളിയാക്കുന്നതല്ല, ഫിഗർ കൊണ്ടും മുടിയും ശരീരഘടനയും ഒക്കെ കൊണ്ട് നമുക്കൊരു സ്വയം സംതൃപ്തമാണ്, ആ കോൺഫിഡൻസ് ആണത്. അന്നൊക്കെ നാടകത്തിൽ എത്ര നായികമാര് നൃത്തവും ലവ് സീനുകളും ഒക്കെ അതൊക്കെ കടൽപ്പാല നാടകമൊക്കെ എടുപ്പോൾ തിങ്കളെ വാർ തിങ്കളെയാ ഇങ്ങനെ അങ്ങോട്ട് നടന്ന് ഇങ്ങനെ പിച്ചു അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓരോ നാടകങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളെ ഇങ്ങനെ നായകന്മാര് നോക്കി നിൽക്കുമായിരുന്നു അല്ലേ? സൗന്ദര്യം അതൊക്കെ ചെയ്തല്ലോ എന്നുള്ളത് നമുക്കൊരു കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം എന്നെ. അപ്പൊ അമ്മ ഇന്ന് വലിയൊരു നായികയാവണ്ടായിരുന്നു അന്നേ അഭിനയിച്ചിരുന്നെങ്കിൽ അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എത്രയോ ഡയറക്ടേഴ്സിനോട് കെഞ്ചി. ഇപ്പൊ ബിപിൻ ദാസ് തന്നെ ചേച്ചി എന്താ വൈകി പോയത്? ബിബി, ഞാൻ ഒരുപാട് പേരോട് കെഞ്ചി. ഞാൻ ചേച്ചിയെ കെഞ്ചിയതല്ലോ, എനിക്കൊരു നല്ല അമ്മയെ തേടിയതാ ഞാൻ. അപ്പൊ എനിക്ക് കിട്ടി. അമ്മ ജയ 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 നല്ല ഹിറ്റ് ആണെങ്കിൽ നമുക്ക് അതിനുശേഷം ഇപ്പം ഗുരുവായൂർ അമ്പലനടയിലെ നല്ല വേഷങ്ങള്, മികച്ച ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചു എന്ന് തോന്നുന്നു. അതാണ് ജയ ജയ ഹേ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ചെയ്തതാണ് പാപ്പച്ചനുള്ള ജഡ്ജി. അടുക്കളയിൽ നിന്ന് ജഡ്ജിയുടെ ക്യാരക്ടർ കസേരയിലോട്ടാണ് പോകുന്നത്, കോടതി കസേരയിൽ. പാവപ്പെട്ട അമ്മയിൽ നിന്നും മോശമാണെന്നല്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടർ. അതിൽ നിന്ന് വ്യത്യസ്തത, വെറൈറ്റി ക്യാരക്ടർ ചെയ്യാൻ ഒരു ആർട്ടിസ്റ്റിന്, അത് എല്ലാവർക്കും, ഇപ്പൊ ഞാൻ കേമിയാണെന്നുള്ളതല്ല, എല്ലാവർക്കും എല്ലാ ക്യാരക്ടറും പറ്റത്തില്ല. ചിലർക്ക് ചിലതേ പറ്റൂ, ശരീരം കൊണ്ടും സൗണ്ട് കൊണ്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അപ്പോൾ എനിക്ക് പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എല്ലാ ക്യാരക്ടറും. അങ്ങനെയാണ് പാപ്പച്ചൻ ഒളിവിലേക്ക് വന്നത്. പക്ഷെ അതിൽ അമ്മയെ അധികമായിട്ട് കണ്ടില്ല, ഒരു സീനിലില്ല. ഇഷ്ടം പോലെ ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ അന്വേഷിച്ചാൽ
അവർ പറയും. ശരൺ എന്ന് പറയുന്ന അസോസിയേറ്റ് എന്നെ വിളിച്ചു, ഇന്നും ദുഃഖത്തോടെ പറയും. ഇപ്പോൾ ജഗദീഷിനും ഷൈജക്കുറിപ്പിനും ഒക്കെ അറിയാം എൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു എന്ന്. തിയേറ്ററിലിരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഓഡിയൻസ് എല്ലാം പോയത് ഞാൻ അറിഞ്ഞില്ല. ഏങ്ങലടിച്ച് ഞാൻ കരഞ്ഞു. എന്ത് സംഭവിച്ചു എന്നറിഞ്ഞില്ല. എൻ്റെ ഡയലോഗ് കളഞ്ഞിട്ടില്ല, ഞാൻ പ്രസൻറ്റിലില്ല. അതിന് ഡയറക്ടർക്ക് മാത്രമേ അറിയൂ. അത്രയും വിഷമിച്ചൊരു വിഷമോ ഒരു ഞാൻ മാർക്കിടാൻ പോകുമ്പോൾ, പിന്നെ കലോത്സവങ്ങൾക്ക് മാർക്കിടാൻ പോകുമ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ മേള കലോത്സവങ്ങൾ എന്നോട് ആ കമ്മിറ്റി അംഗം എന്നെ വിളിച്ച ആൾ ജഡ്ജസായിട്ട് വിളിച്ചവർ പറഞ്ഞു അവൻ ഇന്നതിന് മാർക്കിടണം. അതിലേക്ക് ഏറ്റവും ബോറാണത്. ഒരു കുഞ്ഞു ഡാൻസ് ചെയ്തു, അവിടെ ഒരു പാവം ഇന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ആ കുഞ്ഞു മനസ്സിനെ പ്രസൻറ്റ് ചെയ്യുന്ന കലയൊന്ന് കാണണം. തിനയും കൊണ്ട് ആ നാടോടി നൃത്തമാണ് കുഞ്ഞു. കലോത്സവത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ ശരിക്കും? പിന്നെ ഞാൻ പറയാം എന്നെ ആരെന്ത് പറഞ്ഞാലും എൻ്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ. എൻ്റെ മോളെ തുറന്നടിച്ച് പറയണം നമ്മള്, അല്ലെ എങ്ങനെ സമൂഹം അറിയും? തൽപര കക്ഷികൾക്കാണ് പേനാമുനയുടെ അവാർഡുകൾ. ഒരിക്കലും അർഹതപ്പെട്ടവർക്ക് കിട്ടത്തില്ലെന്ന് പല ഇടത്തും മാർക്കിടാൻ പോയി എനിക്കും അറിയാം, കിട്ടാത്ത എനിക്കും അറിയാം. അമ്മക്ക് എങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പ്രാദേശിക അവാർഡുകൾ അമച്ചർ മത്സരങ്ങൾക്ക് പോലും. അയ്യോ അല്ല, അമ്മ മാർക്കിടാൻ പോയപ്പോ സ്കൂളുകളിലോ എടീ നമുക്ക് രാധാമണി ടീച്ചറിന്റെ മോക്കങ്ങിടാം. ഞാനിത് വെറുതെ പേര് പറയുന്ന അല്ലാതെ അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ള എക്സാമ്പിൾ. അതെ, ജഡ്ജസ് എല്ലാം ടീച്ചർമാരൊക്കെ അല്ലേ അവിടെ. നമുക്കേ രാധാമണിയുടെ മോക്കങ്ങിടാം. ഇടണേ അർഹതപ്പെട്ട കുഞ്ഞ് ആ കല എത്ര ദിവസത്തെ പ്രാക്ടീസ് വിയർത്ത് കുളിച്ച് പ്രസന്റ് ചെയ്ത് അർഹതപ്പെട്ട കുഞ്ഞിന് കിട്ടത്തില്ല. അതെനിക്ക് അനുഭവം മാർക്കിടാൻ പോയപ്പോ. അമ്മ എപ്പോഴെങ്കിലും അങ്ങനെ മാറ്റിയിട്ടിട്ടുണ്ടോ മനസാക്ഷിക്ക് നിരക്കാതെ? ഞാനിടത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു, നീ വിളിച്ചു, ഇതിലേറ്റവും ബോറതാ, ഞാനിടത്തില്ല, എന്നെ ഇനിയും വിളിക്കരുത്. ഞാൻ അർഹതപ്പെട്ടവർക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം മാർക്ക് ടോട്ടൽ ഇടുമ്പോൾ നിങ്ങൾ എന്ത് വന്ന് വെച്ചാൽ ചെയ്യുമോ ചെയ്യാതിരിക്കുകയോ ചെയ്യും, നിങ്ങൾ വിളിക്കല്ലേ എന്ന്. കഴിവത് ഞാൻ പോകത്തില്ല. കലോത്സവം അപ്പം എല്ലാം നടക്കുന്ന ഒരു അത്രയും അടി നടക്കുന്നില്ലേ മോനെ, അടി നടക്കുന്നില്ലേ? അറിയാം എന്തുകൊണ്ട്? ഓരോ പെർഫോമൻസ് കുഞ്ഞുങ്ങളുടെ, പിന്നെ റിമാർക്കുകൾ, തിയറികളുണ്ട്. ഒരു ഒപ്പന എങ്ങനെ ആയിരിക്കണം, അതിന് തട്ടം എങ്ങനെ ഇടണം, പിന്നെ അതിൻ്റെ തിരുവാതിര അതിൻ്റെ കൈ എവിടം വരെ പോകണം, തലയ്ക്ക് മുകളിൽ പോവരുത്, അതിന് ഹസ്തമുദ്രകൾ ഏതൊക്കെ ആകാവൂ, ഇതൊക്കെ നിയമങ്ങളുണ്ട്. അതെല്ലാം കടന്നാണ് ചെയ്യുന്ന ആളുകൾ. അതിൻ്റെ തിയറികൾ അറിയാവുന്ന നല്ല ജഡ്ജസിനെ ഇരുത്തണം. കളങ്കമില്ലാത്ത നല്ല നമ്മുടെ കലാഭവൻ മണിയുടെ അനിയനൊക്കെ, അദ്ദേഹത്തിനെയൊക്കെ ഒരുപാട് വിമർശിച്ചില്ലേ സത്യഭാമയൊക്കെ? ഞാൻ കാണിക്കാം. ഞങ്ങളിപ്പോൾ ഒരു സിനിമയുടെ പൂജയ്ക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു, ഓടി വന്ന് ഞങ്ങൾ രണ്ടുകൂടെ നിന്ന് ഒരേ ഡ്രസ്സ് ഞാനത് ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹമൊക്കെ നല്ല സത്യസന്ധമായ പച്ചയായ മനുഷ്യനാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞു, മെയ്യഴക്, ആ മെയ്യഴക്, ആ മോഹിനിയാട്ടമൊക്കെ കളിക്കുമ്പോൾ അതാ കാണിക്കുമ്പോൾ ഉള്ള ഇത്രയും ഭാഗത്തിനാണ് ആ മെയ്യഴക്. അതൊക്കെ പുള്ളി എന്തോ രസവാ. അദ്ദേഹത്തിന് നിറത്തിന്റെ പേരിൽ ആക്ഷേപിച്ചില്ലായിരുന്നു അന്ന് സത്യഭാമ? വിവരമില്ലായ്മ പ്രത്യേകിച്ച് ഒരു കലാകാരി ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ ഇങ്ങനെ പിന്നെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടോ? എവിടുന്ന്? എന്നാൽ ആദ്യം പോയി ഭാമ ഭഗവാൻ ശ്രീകൃഷ്ണനെ കൊള്ളണം. മോഹിനി വേഷം ആദ്യം പൂണ്ട അദ്ദേഹം. നീല നിറം കായാമ്പൂ വർണ്ണൻ എന്തിനാ മോഹിനി വേഷം പൂണ്ടത്? ഇപ്പൊ യമൻ വന്ന് കൊണ്ടുപോകാൻ നിൽക്കുമ്പം കറുത്ത പോത്തും മറ്റവരും വന്ന്, ഞാൻ പോകത്തില്ല, വെളുത്ത പോത്തിനെ വിടെന്ന് പറയൂ? ഇതൊക്കെ നിയമവിരുദ്ധം, വെറുതെ അഹങ്കാരം, ജാട. അമ്മ എന്ന് വെച്ചാൽ 20 വർഷം കുട്ടികളെ പഠിപ്പിച്ചാണ്. 20 വർഷം ഒരു സ്കൂളിൽ മാത്രം, 14 വയസ്സ് മുതൽ ഭരതനാട്യം കുച്ചിപ്പുടി. അമ്മയ്ക്ക് കൈ വെക്കുമ്പോ ഭയത്തിന് അഭിമുഖമായി വരണം. 3 വയസ്സിൽ സ്ലിപ്പായി പോയി. ഞാൻ നൃത്തം കൊണ്ട് എൻ്റെ ജീവനാണ് നൃത്തം. ചെലങ്ക തൊട്ട് വന്നിക്കും ഇഷ്ടം പോലെ ഡാൻസ് ചെയ്തിട്ടുണ്ട്, സെമി ക്ലാസിക്കലും. ഇപ്പൊ തന്നെ ശ്രീപാദം രാഗാർദ്രം എത്ര കുട്ടികളെ പഠിപ്പിച്ചു. ആ ശ്രീപാദം രാഗാർദ്രമായി അനുപദമാടും നടന ഞാൻ തന്നെ കൊറിയോഗ്രഫി ചെയ്തതാണ്. നീ കൊറിയോഗ്രഫി ഇഷ്ടമാണ്.
നൃത്തമാണ്. അപ്പോ നൃത്തമാണോ നാടകമാണോ അഭിനയമാണോ ചോദിച്ചാൽ ഏതാണ് അമ്മയുടെ ഏറ്റവും ഉള്ളിൽ അലിഞ്ഞു ചേർന്നത്? നൃത്തം അഭ്യസിച്ച കളരിയിൽ പഠിച്ച ഒരാൾക്ക് വിനയവും ഗുരുത്വവും ഉണ്ടാകും. ഒരു മുത്തശ്ശിയുടെ ക്യാരക്ടർ എടുത്താലും ഒരു താളാത്മകമായിരിക്കും. കാണാനൊരു ഭംഗി വരുത്താൻ ആ നൃത്തം പഠിച്ചവർക്ക് കഴിയും. പക്ഷെ ആ നൃത്തം ഒട്ടും വരുത്തില്ല. ആ ഭാവം ഉൾക്കൊള്ളാൻ കഴിയും. നവരസഭാവങ്ങൾ, ശൃംഗാരം, കരുണം, വീര്യം, ഹാസ്യം, രൗദ്രം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം, ഇത് നമ്മുടെ മുഖത്ത് കണ്ണിൽ വരേണ്ട ഭാവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശോകം അഭിനയിക്കുമ്പോൾ എനിക്ക് ഗ്ലിസറിൻ വേണ്ട. നമ്മുടെ ഏതൊക്കെ അവയവമാണ് അതിന് ഉപയോഗിക്കുന്നത് കരയാൻ? ജീവിതത്തിൽ നമ്മൾ കരയുമ്പോൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? കണ്ണ് മാത്രമാണോ? നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഉൾക്കൊള്ളണം ആ ക്യാരക്ടർ. അത് നമ്മായിരുന്നെങ്കിൽ അങ്ങ് ചിന്തിക്കണം. അമ്മയെ ഭാവങ്ങളൊക്കെ ഒന്ന് ചെയ്യോ ഓരോന്ന്? ശൃംഗാരം, കരുണം, വീര്യം, ഹാസ്യം, രൗദ്രം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, നല്ല നൃത്തമാകുമ്പം സ്റ്റെപ്പുണ്ട്. അതിന് സന്ദർഭോചിതമായിട്ട് കഥകളി, ഭരതനാട്യം, ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് അവതരണം, ഓരോ ഭാവങ്ങൾ. ഇത് യഥാർത്ഥമായിട്ട് ഇതാണ് ഭാവം മുഖത്ത്. യേശുദേവൻ എപ്പോഴും കരുണാമയനെ, എപ്പോഴും ദയാണ് ആ കണ്ണിൽ. അവിടെ വേറൊരു കണ്ണിൽ ആ ഭാവം മാത്രമേ ഉള്ളൂ. അതാണ് ആ പാട്ട് തന്നെ, കരുണാമയനെ. കാവൽ വിളക്കേ, കനിവന്നു നായക. അപ്പൊ ആ കണ്ണിൽ അതേ ഉള്ളൂ. കനിവൻ നായകനാണ്, കരുണ മാത്രമാണ്. ഒരു ധർമ്മക്കാരൻ വരും, ഇതിനെ വീടാടാ പോ, അതല്ല കഷ്ടം. അവർക്കിങ്ങനെ ഒരു ഇത് അവിടെ നെല്ല് എന്തെങ്കിലും തരാം. ഇപ്പോൾ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ല, വേറെ വല്ല മയക്കുമരുന്ന് കൊണ്ടായിരിക്കും അത്. അല്ല, പാവപ്പെട്ട യാഥാർത്ഥ്യമായിട്ട് വരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലം അതാ. നൃത്തം ചെയ്യാറുണ്ടോ? നൃത്തമൊക്കെ ഇപ്പം ഈ കൈക്ക് പ്രായമായി വരുന്നവർ എൻ്റെ ഈ കൈ ഒന്ന് സ്ലിപ്പ്. ഇപ്പോൾ ഒത്തിരി ഇതിന് വേണ്ടി ചെയ്തു, പക്ഷെ അത് കെട്ടി വെച്ചോണ്ട് കുറേ 3 മാസം ഇരിക്കണം. എങ്കിലും ആ കെട്ടായിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വീണു പോകും. ഇനി എത്ര കാലം ഇങ്ങനെ പോട്ടെ? ഇതുവരെ വന്നില്ലേ? അത്യാവശ്യം നൃത്തം ഇപ്പോഴും ചെയ്യാം. ആശാൻ പടത്തിലും അല്പം നൃത്തമുണ്ട്. ആശാൻ നമ്മുടെ ജോൺ പോൾ സാറിൻ്റെയാണ്. സാറിൻ്റെ പടത്തിൽ ഒരു പ്രൊമോഷൻ പോലെ ഇരിക്കട്ടെ, എനിക്ക് വ്യത്യസ്ത ക്യാരക്ടർ സാറിനോട് അതും കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ പ്രകമ്പനത്തിലും എനിക്ക് ഇതേപോലെ ഒരു വേഷമാണ്. ഈ മുടി മുറിച്ചിട്ടത് ആശാൻ പടത്തിന് വേണ്ടിയാണ്. ധ്യാൻ ശ്രീനിവാസന്റെ അമ്മയായിട്ട് കേക്കില്ല രാജ്യത്ത് ചെയ്തു. ഇപ്പൊ കൊച്ചുമകളെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് ഇപ്പൊ അവിടെ ചെന്നു. ഇപ്പൊ ഒരു ഡബിങ്ങിന് ചെന്നപ്പോൾ അവിടെയുണ്ട്, ഇവിടെ എന്നോട് പറഞ്ഞ് നല്ല സ്നേഹമാണ്. ഒയ്യോ, ബേസലിന്റെ വേറൊരു രൂപം. ആന്ന് എന്നോട് പറഞ്ഞു. കേക്കില്ല രാജ്യത്ത് ചെന്നപ്പോ ബേസിൽ തിരക്കിയെന്ന് അമ്മേ. അവര് വിളിച്ചപ്പോ അമ്മ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അയ്യോ ഞാനോ വയറ്റത്തൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് അമ്മയും മോനും. എന്നിട്ട് ഞങ്ങൾ എന്നോട് ഫോട്ടോ ഇട്ടാർക്കാണ്ട് ഇട്ടോട്ട് പറഞ്ഞു കറക്റ്റ് അമ്മയും മോനും വന്ന് പറയുന്നത്. ഇതിലേത് അമ്മയാ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട് അഭിനയിച്ചപ്പോ? അമ്മയുടെ കഥാപാത്രമോ അമ്മയുടെ അല്ല മക്കളെയോ? എൻ്റെ കഥ ഒരു ഷോർട്ട് മൂവിക്കാണെങ്കിൽ പോലും മകനായിട്ട് അഭിനയിക്കുന്നവരോട് എനിക്കൊരു ഭയങ്കര മകളോ പെമ്മക്കളില്ലാത്തോണ്ട് മകളായിട്ട് അഭിനയിച്ചാൽ നമ്മൾ അങ്ങ് മകളാക്കും. അത്രയ്ക്ക് നല്ല കുഞ്ഞാ, നല്ല കുഞ്ഞാ. അതാ കലാ കുടുംബമല്ലേ മോളെ. ശ്രീനിവാസൻ മാഷും മോനും വിനീതിന്റെ കൂടെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടിയതാ. ആശാൻ പടം ചെയ്തുകൊണ്ട് പാനൊത്തില്ല. അതൊരു വ്യക്തിബന്ധമായി. എനിക്ക് ഇഷ്ടമാ അവരുടെയൊക്കെ ഡയറക്ഷനിലൊന്ന് അഭിനയിക്കാൻ. കിട്ടട്ടെ. അമ്മ എത്ര പടങ്ങൾ, 10-18 പടങ്ങൾ ചെയ്തില്ലേ മലയാള സിനിമയിൽ? 17 പടം. ഇനി 7-8 ഇറങ്ങി. ഇപ്പൊ മിസ്റ്റർ ആൻഡ് മിസ്റ്റർ ബാച്ചിലർ, മരണമാസ്. ഏറ്റവും കൂടുതൽ ജയജയഹെ പോലെ ഹിറ്റായ ഒരു തമിഴ് പടമുണ്ട്. ജയജയഹയിൽ ഒരു പാവം സഹനശക്തിയുള്ള അമ്മ,
മറ്റേ ഒരു തൻ്റെടിയായ ഒരമ്മ പാട്ടി കുടുംബസ്ഥയില്. കുടുംബസ്ഥൻ തമിഴ് ഭയങ്കര ഹിറ്റല്ലേ. അതെ. ആ ഭയങ്കര കണ്ടവർക്കൊക്കെ ജഗദീഷ് എന്നെ വിളിച്ചു, സിനിമ കണ്ടു, കൺഗ്രാജുലേഷൻ പറഞ്ഞു. അതിൽ ഗുരു സോമസുന്ദരമായിരുന്നു അമ്മ. ഗുരു സോമസുന്ദരൻ മരുമകൻ. ഗുരു സോമസുന്ദരം കാലാ സിനിമയിൽ രജനീകാന്തിന്റെ മകനായിട്ട് അഭിനയിച്ച മണികണ്ഠൻ എൻ്റെ മകൻ. മമ്മി, ഓ മോളെ, ഇത് നീ ഇവിടെ തമിഴ്നാട്ടിൽ ചെല്ലണം, നമ്മളോടുള്ള ആ ഒരു 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 സ്നേഹം ഇവിടെ ഇല്ലെന്നല്ല, മലയാളികൾ മാറി നിൽക്കും അവരുടെ സ്നേഹത്തിൽ. അവിടെ ചെന്ന് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോ തന്നെ എല്ലാവർക്കും എന്തോ ഇഷ്ടമാ കലാകാരെ. അല്ലെങ്കിൽ അതിന്റെ കൂടെ ജയജയഹെ അവർ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്, ആണോ തേടി വന്നേത് ഇവിടെ. അതുപോലെ സിബിൻ എന്ന് പറയുന്ന മോനാണ് എൻ്റെ നമ്പർ കൊടുത്തത്. ജയജയിലെ ഹെഡ് പ്രൊഡക്ഷൻ കൺട്രോൾ പ്രശാന്ത് ഇല്ലേ, ഇവിടെ ഉള്ളതാ, എറണാകുളത്ത്. അപ്പൊ അതിലാരോ ഇവിടെ വരുമ്പോ കനകാമ 2 ദിവസം അവിടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ പോയില്ല. ഇതിലെ അമ്മ ഇപ്പം അമ്മയെ തേടി വന്നേന്ന് പറഞ്ഞല്ലോ, 45 ദിവസം ഒരാൾ അഭിനയിച്ചത് മാറ്റിയിട്ടാണ് അമ്മ മാറ്റിയിട്ടാണ് റീഷൂട്ട് ചെയ്തതാണെന്ന് അറിഞ്ഞത്. കണ്ടില്ല. എന്നാ ക്യാരക്ടറാ മോനെ. അവിടെ പാട്ടി അമ്മ എന്നൊക്കെ പറയുമ്പോ ഭയങ്കര റെസ്പെക്ട്, നല്ല ഇനി ഒരെണ്ണം അരുൺ പാണ്ഡ്യയുടെ അമ്മയായിട്ടാ ചെയ്യുന്നത്. അരുൺ പാണ്ഡ്യയുടെ ഒന്നുകൂടെ വൃത്തിയുള്ള ഒരു മേക്കപ്പ്. അതും അതുപോലെ തന്നെ, അതും അതുപോലെ. എങ്കിലും വീട്ടു ജോലി ചെയ്യുന്നതല്ലേ, ഇതല്ല. മരുമകളൊക്കെ കൊണ്ട് ചപ്പാത്തി ഒക്കെ പറയാൻ പാടില്ല. അപ്പൊ അമ്മ ഈ മലയാളത്തിൽ നിന്നാണോ തമിഴിൽ നിന്നാണോ നമുക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത് എങ്ങനെയാ? മക്കളെ, തമിഴ് നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുമ്പോ ഇപ്പൊ കുടുംബസ്ഥനകത്ത് തമിഴ്, നമ്മുടെ മലയാളം നമ്മൾ ആന്ന് എഴുതിയ ആനയല്ലേ. ഇപ്പൊ ഒരു ഹിന്ദി ആണെങ്കിലും ആന്ന് എഴുതി ഇത്രയേ ഉള്ളൂ. നമ്മുടെ മലയാളം എഴുതിയാൽ അതുപോലെ മറ്റു ഭാഷക്കാർക്ക് നമ്മുടെ മലയാളം ഉച്ചരിക്കാൻ, പക്ഷെ നമുക്ക് എളുപ്പം കിട്ടും, ഈസിയായിട്ട് കിട്ടുന്നുണ്ട് പറയാൻ. ജയജയഹെ അത് പ്രാപ്തമാക്കിയ ഒരു ശരത്ത് ഇന്നലെ വിളിച്ചു. മോനാണ് എനിക്കെല്ലാം തമിഴ് നന്നായിട്ട് അറിയാം, നന്നായിട്ട്. അതിനകത്തില് എന്നത്തെ പേസറ ലീസ് കൂട്ടി 2 മാസമായി 8 രൂപ കൊടുക്കണേ, കടയിൽ പൂട്ടി സാവിയെ കൊടുക്കറാൻ പൊന്നുച്ചാമി, ഏറ്റத்துக்கு எருமை மேய்க்கண்டா நீ மேய், உங்கூட சேர்ந்து ഞാനും சேரறிய முடியாது, എപ്പോഴാ കൂസാമ തിങ്കര നാണമില്ലാതെ അങ്ങനെ ആയിരുന്നു തിന്നുന്നത്. മലയാളം പറഞ്ഞ എങ്ങനെയാടാ നാണമില്ലായിരുന്നതിന്, എങ്ങനെ പറഞ്ഞാലും അത്രയേ ഉള്ളൂ. നമ്മുടെ ഭാഷ, ലാംഗ്വേജുകൾ തമ്മിലുള്ള വെച്ച അതിനകത്ത് ഓവറായിട്ട് അങ്ങ് അഭിനയം വീഴും ആ ഭാഷയിൽ. സാമ്പത്തികമായിട്ട് നേട്ടം തമിഴിൽ നിന്നല്ലേ നമുക്ക്? സാമ്പത്തികമായിട്ടോ? എനിക്ക് ഒത്തിരി സാമ്പത്തികമൊന്നും ആയിട്ടില്ല. ഇനിയും കിട്ടുന്ന സിനിമയ്ക്ക് എനിക്കൊരു, എല്ലാവരും ചോദിക്കും വണ്ടി എടുത്തു, ആളുകൾ വിചാരിക്കുന്ന ഏതാണ്ടൊക്കെ അങ്ങ്, മക്കളെ ഒരു ദിവസത്തെ വർക്കിന് അതിന് മാത്രം ശമ്പളം കിട്ടുമോ? എല്ലാ സിനിമയിലും എനിക്ക് 1 ദിവസം 2 ദിവസമേ ഉള്ളൂ. മലയാളത്തിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയൊക്കെ ചെയ്തതുപോലത്തെ അമ്മ ക്യാരക്ടർ ചെയ്യണം, അങ്ങനെ ഒരാഗ്രഹമുണ്ടോ? അത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇപ്പം ജയജയഹെ ചെയ്ത ഒരു വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന ഒരു പാവമ്മേന് ഒരു ഇരുത്തം വന്ന ഒരു തറവാട്ടമ്മ തേന്മാവൻ കൊമ്പത്ത് ചേച്ചിയൊക്കെ ചെയ്തതുപോലെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് നാടകത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ദാരികൻ എന്ന ഇതിനകത്ത് കുറുപ്പത്തിയാർ ബ്രാഹ്മണത്തി അമ്മ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ക്രീനിലെ അങ്ങനെ ഒരു മേക്കപ്പോട് കൂടി ഒരു അമ്മ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് നമുക്ക് കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ. സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ, ആരെങ്കിലും തരണ്ടേ. അതേപോലെ ചോദിച്ചിരുന്നോ ആരോടെങ്കിലും അങ്ങനത്തെ വേഷം? ഇപ്പോഴും കഞ്ചുന്നുണ്ട്. ആരോടെങ്കിലും ഏതെങ്കിലും സംവിധായകരോട് ചോദിച്ച ഓർമ്മയുണ്ടോ? ചോദിക്കുന്നുണ്ട് ഇപ്പോഴും. എനിക്ക് അങ്ങനെ ഒരു നല്ല ഇപ്പൊ തന്നെ കഥാപാത്രങ്ങളെ തരുന്നവരോട് തന്നെ ഞാൻ പറയുന്നുണ്ട്, ഒരു വെറൈറ്റി ഇങ്ങോട്ട് താ എനിക്ക് ചെയ്യാന്. നമുക്ക് ചെയ്യാവുന്നൊരു കോൺഫിഡൻസ്, അഹങ്കാരമല്ല. എന്നിലെ കലാകാരി അതൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കട്ടെ, നിങ്ങള് താ. അപ്പൊ എന്താ അവരൊക്കെ പറയാ? അവര് ചിരിക്കും. എന്നോട് ആർക്കും ഒരു വിദ്വേഷം, കാരണം നമ്മൾ അങ്ങനെ ആക്കളെ സഹകരിക്കുന്നത്. അപ്പൊ ആരോടെങ്കിലും ചോദിച്ചിട്ട് വേഷം തരാത്തതുണ്ടോ? ഒരുപാട് ചോദിച്ചിട്ട്? പിന്നെ അതൊക്കെ ഒരു താല്പര്യ കക്ഷികൾക്ക് കൊടുക്കുന്ന പ്രവണതയും ഉണ്ട്. പക്ഷെ നമുക്ക് നല്ല കലാകാരെ ഇഷ്ടപ്പെടുന്നവര്, കലയുള്ള കലാകാരെ അവരെടുക്കുന്നുണ്ട്. പുതിയ പുതിയ കലാകാരെ എത്ര എണ്ണത്തിന് ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ വേണം. ആജീവനാന്തം കുറെ പേരെ മാത്രം സിനിമാ ഫീൽഡ് കൈയടക്കാൻ ഒക്കത്തില്ല. പുതിയ ആർട്ടിസ്റ്റുകൾ വരട്ടെ, എൻ്റെ ഒരാഗ്രഹമാണ്. ഇല്ലേക്കളെ ഇത്ര ടാലന്റ് ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, അവരൊക്കെ കാണിക്കുന്ന ഒരു ആക്ഷൻ നമുക്ക് ജനനത്തിന് കാണിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ജന്മത്ത് അല്ലേ, ഇത്ര മനോഹരമായിട്ടാ ഓരോ നോട്ടോ. അപ്പൊ അമ്മക്ക് ഈ മലയാള സിനിമയിൽ ഒരുപാട് പേരിങ്ങനെ ദുരനുഭവം ഒക്കെ പറഞ്ഞിട്ട്, നമുക്ക് എന്തെങ്കിലും മോശം അനുഭവം റിയൽ ലൈഫിലോ സിനിമാ ജീവിതത്തിലോ ഉണ്ടായിട്ടുണ്ടോ? സിനിമാ ഫീൽഡിലെന്നല്ല, എല്ലാ മേഖലകളിലും ഉള്ളതാണ്.
അത് ഈ മേഖലകളിൽ കുത്തിപ്പൊക്കി അങ്ങനെയൊക്കെ ഒന്ന് കൊണ്ടുവരുന്നത്. ഇഷ്ടമില്ലാത്തവർ അന്നേ അങ്ങ് നിർത്തിയേര്. അഥവാ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ട് ഞാൻ അപ്പം നിർത്തും. അത് ഫീൽഡിനെ മൊത്തം ബാധിക്കുന്ന പോലെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഇതുകൊണ്ട് ജീവിക്കുന്ന 1000 കോടിക്കണക്കിന് ആർട്ടിസ്റ്റുകളില്ലേ, മൊത്തം താറുമാറാക്കി പോകുന്നതിന് ഇഷ്ടമില്ലാത്തവർ അന്ന് പ്രതികരിക്കണം. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല മോളെ. ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ തൊടുവോ പിന്നെ എന്നൊക്കെ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായിരുന്നെന്ന് ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കാണാൻ കൊള്ളാമെന്ന് പറഞ്ഞ വീക്ഷണഗതിയാണ് സൗന്ദര്യം, അതെ. അല്ലാതെ കറുപ്പോ വെളുപ്പോ അവിടെ പ്രശ്നമല്ല. എങ്കിൽ പോലും ചേട്ടനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരുത്തൻ എൻ്റെ കാലിൻ്റെ വണ്ണയ്ക്ക് പുറയരുത് അങ്ങ് ചവിട്ടോടെ ചവിട്ട് കാലിട്ടിങ്ങനെ മാന്തുന്നു, ഇളക്കവന് ഇരിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ബുദ്ധിപൂർവ്വം പതുക്കെ സെറ്റിപ്പൻ എടുത്തോണ്ട് ചെന്ന് ഡാവിന് ഇതിന് കാല് ചൊറിഞ്ഞ് കൈയും കൊണ്ട് പിടിച്ച് അവനെ ശരിക്ക് ആ ഒരു ആയിട്ട് അവൻ്റെ വണ്ണയ്ക്കിരിക്കുമല്ലേ ഇങ്ങനെ. ചേട്ടൻ ചോദിച്ചു എന്തു പടി? ഓ ഒന്നുമല്ല ഏട്ടാ, കാല് പെരുക്കുന്നു, ഇത്ര നേരം ഇരിക്കുമല്ല. അല്ല അടിയല്ലേ നടക്കുന്നേ, വഴക്കല്ലേ, നമ്മൾ നാറും. നമ്മളെ നിർത്തുക. നമ്മുടെ സംരക്ഷണ എല്ലാവരുടെയും കയ്യില. മോടെ കയ്യിലാണോ എൻ്റെ സംരക്ഷണം? നമ്മുടെ കയ്യിലാ. ഞാനിപ്പോൾ ഇത്രയും തുറന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ഇത് കാണുന്നവർ പറയും, ഓ കണ്ടോ ഒരു പടം കിട്ടിയപ്പോഴത്തെ നമ്മുടെ പ്രസംഗം കണ്ടോന്ന്. ഇതാണ് മനുഷ്യൻ. സിനിമയിൽ സുഹൃത്തുക്കളുണ്ടോ നമുക്ക്? സിനിമയിലോ? ഏറ്റവും നല്ല സിനിമയിൽ പിന്നെ നമ്മുടെ ലൊക്കേഷനുള്ള ഒരു കുഞ്ഞു വരെ നമ്മുടെ കോസ്റ്റ്യൂമേഴ്സ്, മേക്കപ്പ് വരുന്നത്, ഹെയർ സ്റ്റൈലിന് വരുന്നതാണ്. ഇപ്പോൾ ബാബുവിൻ്റെ ഭാര്യ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന അജിത ബാബു, എൻ്റെ അമ്മയെ എന്നെ കാണുന്ന എൻ്റെ ചക്കരക്കുട്ടിയെന്ന്. ഇവിടെ വന്നവർക്ക് കാണാൻ വേണ്ട മോള്, അവിടെ നിന്ന് റിസ്ക് എടുത്ത് വരണ്ട, വാഴയുടെ അടുത്ത ഷെഡ്യൂളിന് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ മോള്. എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത KPSC ലളിത ചേച്ചിയായിരുന്നു. എനിക്ക് അതിലൂടെ അങ്ങ് ഇഷ്ടമാണ് അമ്മയെന്ന്. എനിക്ക് സുഹൃത്തുക്കൾ ഇഷ്ടം പോലുണ്ട്. വാഴയുടെ കാര്യം, വാഴ ഇപ്പം ഇനി അടുത്ത വാഴ സെക്കൻഡ് പാർട്ടിലെ അടിപൊളി ഒരു ക്യാരക്ടർ, ഒരു 1.5 മുതൽ ഒരു മുസ്ലിം അമ്മച്ചി ഇങ്ങനെ അവിടെ ആവരണത്തോടെ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ, വ്യത്യസ്ത ക്യാരക്ടറാ. അതിന് കൈപിടിച്ചൊരു ഉമ്മയും കൊടുത്തു ബിബിക്ക്, കാരണം വ്യത്യസ്ത ക്യാരക്ടർ തന്ന് എന്ന് പറഞ്ഞ്. സ്വാതന്ത്ര്യമുണ്ട് നമ്മളെ, അല്ലാതെ ഒരു അവിടെ ഒന്നും ജാടയൊന്നുമില്ല. ഓ അകലമില്ല, ആർട്ടിസ്റ്റും സംവിധായകനും ഒന്നും ഒരു അകലമില്ല, നല്ല സ്നേഹമാണ്. പിന്നെ നമുക്ക് സിനിമാ ജീവിതത്തിലും നാടകത്തിലും കണ്ണീരിൽ കുതിർന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നാടകത്തിലെ പാരകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു കയ്യടി കിട്ടുന്ന, എനിക്കെല്ലാം കയ്യടി കിട്ടുന്നേ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ, എല്ലാ കഥാപാത്രവും. എൻ്റെ ലിറിക്സ് എഴുതുന്ന ട്രൂപ്പ് നാടക മുതലാളിമാരെ കാശ് മുടക്കി 1 വർഷം നമുക്ക് അന്നം തരുന്ന, 7 വർഷമൊക്കെ ഒരു സമിതി നിന്നിട്ടുണ്ട്. ആ അന്നം തരുന്ന മുതലാളിമാര് ഒത്തിരി സരികയുടെ സുബേറിനെയൊക്കെ എനിക്ക് മറക്കാൻ, കനവും കുഞ്ഞുമെന്നാണ് വിളിക്കുന്നത്, പെങ്ങളാണ്. അതാണ് ആ സമിതിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് ആഹാരം വെക്കും, മുറ്റമെല്ലാം തൂത്ത് വൃത്തിയാക്കിയിടും, ത്യാഗം സഹിച്ചു തന്നെ മോളെ ഇവിടം വരെ വന്ന്. എന്നിട്ട് അത്രയും വരുന്ന ആർട്ടിസ്റ്റൊക്കെ ഞങ്ങൾ അന്ന് അവർക്ക് മുതലാളി കാശില്ലാത്ത സമയമോ പാചകം ചെയ്ത് ഞങ്ങൾ കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് ഞങ്ങളും കഴിച്ചിട്ട് പുതിയ കുട്ടികൾ വരുന്ന അതിനെയും പഠിപ്പിച്ചു കൊടുക്കും ഞാൻ അഭിനയം. എന്നിട്ട് പോയി കളരി പോയി തൂത്തുവാരി വിളക്കം കത്തിച്ചിട്ട് നമ്മൾ അത്ര ഒരു ഇതാണ്. അവത്തങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ, രക്ഷകർത്താക്കളാ. എന്തെങ്കിലും വിഷമ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഓർമ്മിക്കുന്ന? വിഷമം അനുഭവിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട്. ട്രൂപ്പിലെ ആ സഹപ്രവർത്തകർ നാം അറിയാത്ത കാര്യം നാം പറഞ്ഞും ഒക്കെ നമ്മളെ, കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക് മുഴച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതെനിക്ക് തരുന്നത് ഞാൻ ചെയ്യുന്നു, അത് വൃത്തിയാവുന്ന എൻ്റെ കുറ്റമല്ല, എനിക്ക് തരുന്നതല്ല ഞാൻ ചെയ്യുന്നത്. അത് കയ്യടി വാങ്ങിച്ചാൽ അന്നേരം കൊല്ലാനുള്ള മനസ്സാ ചിലതിന്. പാര ഞാനും പറഞ്ഞിട്ടുണ്ട്, പാരയില്ലാത്ത ഒരു ലോകം കലാകാർ വരണം. എല്ലാവരോടും നിഷ്കളങ്കമായിട്ട് ഞാനാണെ പറഞ്ഞു കൊടുക്കും മോളെ, ആ കഥാപാത്രം എന്നെ പോലെ പറഞ്ഞ ആ ഡയലോഗ് ഇന്നതുപോലെ പറഞ്ഞാൽ നമുക്ക് നല്ലതാണ്, ഒന്നുകൂടെ പറഞ്ഞു കൊടുത്ത് ഞാനത് കൊണ്ടുവരും. എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ഉയർന്നിരിക്കുന്നത് എനിക്ക് കുശുമ്പില്ല, നമുക്ക് തരുന്നത് നമ്മൾ ചെയ്യും. അമ്മ ഇനി ഇറങ്ങാനിരിക്കുന്ന സിനിമകളൊക്കെ ഏതൊക്കെയാണ്? വരാനിരിക്കുന്ന സിനിമയിലേക്ക് ഇപ്പോൾ വരാൻ നമ്മളിപ്പോൾ ഓടിത്തത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കയ്യിലെല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ കിടക്കുക. എന്നോട് എല്ലാവരും പറയും എന്നെ കൂടെ കൊണ്ടുപോകാൻ, നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്കിപ്പോഴല്ലേ ചാൻസ് കിട്ടിയത്,
ചില കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സിൽ കിട്ടുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെപ്പോലെ ഭാഗ്യം ആർക്കിരിക്കുന്നു? ഇപ്പോഴതിന്റെ ടെക്നോളജി ഒക്കെ വളർന്നു, അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതൽ അവസരങ്ങൾ അത് കിട്ടുന്നത്. കിട്ടുന്നത്. അപ്പം അമ്മ ഇനി ഇറങ്ങാനുള്ള സിനിമകൾ ഏതൊക്കെയാണ്? ഏതാ? എനിക്കോ? ഇനി ഇറങ്ങാനുള്ള സിനിമകള് ഇനി ഇറങ്ങാനുള്ള പാതിരാപ്പതിര്, പാതിരാപ്പതിര് സജി വ്യാസ ചെയ്യുന്ന സിനിമയാണ്. കേക്കില്ല രാജ്യത്ത് ഞാനും ധ്യാൻ ശ്രീനിവാസനോട് അമ്മയും മോനും. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ കൂടെ ഒരു ഇത് ചെയ്യുന്നുണ്ട്, തമിഴ്. ഒരു ഷെഡ്യൂള് കഴിഞ്ഞു. നല്ല വരുമ്പോഴേ അങ്ങ് ഒരു സ്നേഹമാണ്. അത് കഴിഞ്ഞു. ഇനിയും ആശാൻ. പിന്നെ പടത്തിൻ്റെ പേര് എനിക്ക് കിട്ടിയില്ല, രാഘേന്ദു എന്നെ വിളിച്ചു. അരുൺലാൽ സാറ് ഡയറക്റ്റ് ചെയ്തത്. മാത്യൂസ്, ദേവിക, ജഗദീഷ്, നത്തെ, നോബി, അഖില്, ഇത് ഞങ്ങളുടെ ടീമെല്ലാം കൂടെ, സ്ഫടികൻ ജോർജ് എല്ലാം കൂടെ ഉള്ള ഒരു ടീം, ആത്മാക്കളുടെ ഒരു സംഭവം. അത് ഇറങ്ങാനിപ്പം 1 മാസം കൂടെ ഉള്ളൂ. സെപ്റ്റംബർ 12 റിലീസാണ്. ഇത്രയും സിനിമകളാണ് ഇപ്പൊ ഇറങ്ങാൻ. ഇഷ്ടംപോലെ ഇറങ്ങാനുണ്ട്. പ്രകമ്പനം ഇനി വരാനുണ്ട് അല്ലേ? 40കളിലെ പ്രണയം. അടിപൊളി ക്യാരക്ടർ. എൻ്റെ ഒരു കരച്ചിൽ മതി, ഒരു കരച്ചിൽ. പിന്നെ ഇപ്പം സംഭവം എന്നുള്ളതിനകത്ത് ഡബിങ് കഴിഞ്ഞു. പ്രായപൂർത്തിയായ ഒരു നല്ല കഥയാണത്. ഞാൻ ഒരു അമ്മ തമിഴത്തിയാണ്, ഞാൻ തന്നെ ഡബ് ചെയ്തു. തമിഴ് ഞാൻ ഡബ് ചെയ്തു. ഇത്രയും സിനിമകൾ ഇറങ്ങാനുണ്ട്. ഇത്രയൊക്കെയാണ്. അപ്പൊ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, 40കളിലെ പ്രണയം അത് നല്ല ഒരുപാട് അവാർഡുകളൊക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ആ പേരിൽ തന്നെ ഒരു ഇതുണ്ട്, 40കളിലെ പ്രണയം. അതിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക്. 40കളിലെ പ്രണയം. പ്രണയം എന്ന വാക്കിന് പ്രേമമെന്നല്ല അർത്ഥം, എന്നെ സംബന്ധിച്ചോളൂ. ശരിയല്ലേ? നാം മഴയെ പ്രണയിക്കാം, പ്രകൃതിയെ പ്രണയിക്കാം, ഇരുട്ടിനെ പ്രണയിക്കുന്നവരുണ്ട്, വെളിച്ചത്തെ പ്രണയിക്കുന്നവരുണ്ട്. 40കളിലെന്ന് പറഞ്ഞാൽ പക്വതയുള്ള പ്രണയമാണ്, കുട്ടിത്തമല്ല. ചിലപ്പോൾ വേദനകളിൽ ഉരുത്തിരിഞ്ഞ് നിൽക്കുന്ന 2 വ്യക്തികൾ തമ്മിലാകുമ്പം അവിടെ ഒന്നേന്ന് ജീവിതം തുടങ്ങുമായിരിക്കും. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ഒരു സംരംഭമായിരിക്കും അവിടെ 40കളിലെ പ്രണയം. ഓക്കെ അമ്മ, അപ്പോ എൻ്റെ മനസ്സിന് തോന്നുന്നതാ. കാരണം ജീവിതം വഴിമുട്ടി നിന്നപ്പോൾ 40-45 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ. എൻ്റെ വേദനകൾ, ഡീ നിനക്കെന്താ, ബാ ഒരു ആശുപത്രി പോവാം എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാൻ അനുഭവിച്ച വേദനയൊന്നും എനിക്ക് ഒറ്റപ്പെടലിൽ നിന്നാണ് മോളെ ഇപ്പം ഈ പറയാനുള്ള എൻ്റെ എനർജി വരെ ഞാൻ സൃഷ്ടിച്ചെടുത്തേക്കുന്നത്. ഒറ്റപ്പെടലിൽ നിന്നാണ് ജീവിക്കാൻ പഠിക്കുന്നത്. 40കളിൽ അമ്മ ഒറ്റപ്പെട്ടിട്ടായിരുന്നോ? 40കളിലും ഒറ്റപ്പെട്ടല്ലേ നമ്മുടെ മക്കളെ വളർത്താൻ. ഇത്രയും പേർക്ക് ഒറ്റയ്ക്ക് തുഴയുമല്ലേ, അഗാധമായ കടലിൽ വെള്ളം തുഴയുമല്ലേ. എല്ലാവരും ഞാൻ അന്വേഷിച്ച് കൊണ്ടു കൊടുക്കുന്നവർ ഉറങ്ങുമ്പോഴും ഞാൻ സ്റ്റേജിൽ നിൽക്കുക, യാത്ര ചെയ്യുക. അന്നേരം വേറൊരു തുണ വേണം നമ്മെ ആഗ്രഹിച്ചിരുന്നില്ലേ? വേറെ ഒരു തുണ, പ്രണയം അല്ലെങ്കിൽ ജീവിത പങ്കാളി വേണമെന്ന്. തുണ, കൊച്ചു കൊച്ചു തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ മനുഷ്യരല്ലേ, സ്നേഹിച്ചിട്ടുണ്ട്. അവിടൊക്കെ ഭയങ്കര പാളിച്ചകളെ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഒരു നല്ല ദൃഢനിശ്ചയെടുത്ത് ഇനി അത് വേണ്ട, പ്രണയം വേണ്ട, ആ പ്രേമം വേണ്ട. അത് പ്രായമില്ലല്ലോ ഒന്നും. ഇതുവരെ പ്രേമിച്ചിട്ടില്ല. പ്രേമിക്കുക ഇനി അത് വേണ്ടെന്ന് ഞാൻ ഇപ്പം സ്വയം തീരുമാനിച്ച ഒരു കാര്യമാണ്. അതിലൊരർത്ഥവും ഇല്ല. അതൊക്കെ വേറെ ഈ താല്പര്യ കക്ഷികളുടെ താല്പര്യങ്ങൾ മാത്രമാണ്. താൽക്കാലികമായ മറ്റെന്തിനോ വേണ്ടിയൊക്കെ ഉള്ളതാണ്. ആത്മീയമായ സ്നേഹം അല്ലെ എൻ്റെ സ്വന്തമെന്ന് നമുക്ക് താലോലിച്ച് ഹൃദയമായിട്ടൊരു ഉള്ളിൽ നിന്നൊരു സ്നേഹം ഉണ്ടാവത്തില്ല എന്ന് തിരിച്ചറിവ് ഉണ്ടായപ്പോൾ മുതൽ ആ ജീവിതത്തിന് ഉടനെ വിട്ടേക്കുക. ഇങ്ങനെ പോയാൽ, നമ്മുടെ കലയെ ഉപാസിച്ച് മുന്നോട്ട് പോയാൽ കലയിൽ നമുക്ക് ഉയരാൻ പറ്റും, ജീവിക്കാനും പറ്റും, മറ്റുള്ളവർക്കൊക്കെ ഒരു തണലാവാൻ പറ്റും. അപ്പം ഇപ്പം അമ്മ 40കളിലെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു. കുറച്ചുകൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ അമ്മയുടെ പഴയ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തതോ അതൊക്കെ ഓർമ്മയുണ്ടോ? പ്രണയം അന്ന് സ്കൂളിലെ താരമായിരുന്നു. 6 ഡാൻസ് ഉണ്ട്, 6നും ഫസ്റ്റ് എനിക്കാണ്. അത് അനൗൺസ് ചെയ്യുമ്പം കുട്ടിയുടെ ഇടയ്ക്ക് കീപ്പോട്ട് പാത്തിരിക്കുമായിരുന്നു. എല്ലാവരും അന്നേരം എന്നെ നോക്കും, ഞാൻ പാത്തിരിക്കും. അപ്പോൾ ആ അടിച്ചു പൊളിച്ച് അവിടുത്തെ കലാകാരിയായിരുന്നു ആ സ്കൂളിൻ്റെ താരം. അപ്പോൾ ചില പയ്യന്മാരൊക്കെ ഞാനിങ്ങനെ പോകുമ്പം സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യ നിൻ രൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും പാടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഹൃദയമായ രഹസ്യങ്ങളാണ്.
അപ്പൊ എന്ന് വെച്ചാ കണ്ണിന് നിൻ രൂപം അത്രയും കുളിർമയേകുന്ന്. ആ അപ്പൊ ആ പാട്ടൊക്കെ കേട്ട് അപ്പൊ അമ്മക്ക് ആരോടും അന്നേരം ഇഷ്ടം തോന്നില്ല, ഒരുപാട് പ്രണയമൊക്കെ വന്നപ്പോ? അന്നൊന്നും മക്കളെ നമുക്ക് പ്രേമിച്ചു പോകാനോ അങ്ങനെ നമ്മുടെ മാതാപിതാക്കളും അച്ഛനും അമ്മയും എന്നാൽ അതൊക്കെ സൂക്ഷിച്ചു വന്ന എനിക്ക് അങ്ങേ അറ്റത്തെ ദം തരുകടതെന്നാണ് ദാമ്പത്യ ജീവിതം പറ്റിയത്. 25 വയസ്സ് വരെ ഞാൻ അഭിനയിച്ചുണ്ടാക്കുന്ന സ്വർണം 10-25 സ്വർണ്ണം ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി എൻ്റെ ചെലവിൽ എൻ്റെ കല്യാണം നടത്തണം, എനിക്കിപ്പോഴേ ഒന്നും വേണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതാ. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മളെ ഞാൻ സ്വയം എടുത്ത് ചാടിയതല്ല, എന്നെ വേദനിപ്പിച്ച് ക്രൂര മനസ്സിന് അടിമയാക്കി കൊണ്ടുപോയത്. അപ്പൊ അമ്മ ഒരു പാട്ട് കൂടി ഒന്ന് പാടാവോ? കസ്തൂരി തൈലമിട്ട് മുടിമിനുക്കി മുത്തോടു മുത്തു വെച്ച വളകിലിക്ക് കയ്യിൽ മുത്തോടു മുത്തു വെച്ച വളകിലിക്ക് മന്ദാര കുളങ്ങര കുളിച്ചൊരുങ്ങി മംഗല്യത്തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറുള്ള മിടുക്കി പെണ്ണ്. ആ ഇല്ലിമുളം കാടിലും കൂടി ഒന്ന്. ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലേ തെന്നലേ വെയിൽ നിന്നു വിളയാടും നിഴലില്ല നിലമാണ് നിവരാനും നേരമില്ല തെന്നലേ ഇളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ് ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ ഇല്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ അണിയുവാൻ തൂവേപ്പിൽ മണിമാല തന്നേക്ക അണയൂ നീ കരിവോളം തെന്നലേ കരിവെള്ള തിരിപൊട്ടും കുളിർ കയ്യിൽ ചന്ദനവും പനിനീരും കൊണ്ടുവരൂ തെന്നലേ തെന്നലേ. ഓക്കെ, ശബ്ദം ക്രാഷായി കിടക്കുകയാണ്, അതുകൊണ്ട് ഇല്ലെങ്കിൽ നല്ല കൊച്ചു കൊച്ചു പാട്ടുകൾ. പിന്നെ ഇനിയിപ്പം നല്ല പ്രിപ്പറേഷൻ നടന്ന പാട്ടുകളുണ്ട്, അതൊക്കെ ഇരിക്കട്ടെ. അത് ഞാൻ പ്രൊമോഷൻ ഇന്റർവ്യൂവിന് വേണ്ടി വെച്ചേക്കാണ്. ഇപ്പം ഇറങ്ങാനിരിക്കുന്ന സിനിമകളെ കുറിച്ച് അമ്മ പറഞ്ഞു. ഇനി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അളിയൻസ് പോലെയുള്ള സീരിയലുകളുണ്ട്, അങ്ങനെ ഏതൊക്കെയാ ചെയ്യുന്നത്? സീരിയൽ ചാനലുകളുടെ കൗമുദി TV കിട്ടുന്ന എന്നോ ഒരു ക്യാരക്ടറാണ് മോളെ. കാരണം ഒരു ഷോർട്ട് മൂവി കിട്ടിയാലും ഞാൻ പോയി ചെയ്തു കൊടുക്കും, ഞാൻ കലാകാരിയല്ലേ. അമ്മേ ആ ഒരു ക്യാരക്ടർ ചെയ്ത് തരുമോ? ക്യാരക്ടർ ഏതാണ്? അവിടെ സാമ്പത്തികത്തിലുപരി എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടമാണ്. കൗമുദി ചാനലിലെ ദ പീരീഡ്സ് ഓൺ ഫസ്റ്റ് നൈറ്റ്, അമ്മ വീടിന് കാവൽ, പിന്നെ ജാമി എന്ന ലക്ഷ്മിയുടെ ഷോർട്ട് മൂവിക്ക് അമേരിക്കയിൽ ഫ്ലോറിഡയിൽ നടത്തിയ മാർക്കറ്റിംഗ് വിലയിരുത്തൽ എനിക്ക് നല്ല നടിക്കുള്ള അവാർഡുണ്ട്. ഇതൊക്കെയാണ് സീരിയലുകൾ, കൊച്ചു കൊച്ചു വർക്കുകൾ. ഇനി അമൃത TV പറഞ്ഞിട്ടുണ്ട്, വിളിക്കും. അതൊക്കെ നമുക്ക് വർക്ക് വേറെ ഇല്ലാത്തപ്പോൾ പോയി ചെയ്യരുത്, നമ്മൾ വീട്ടിൽ കുമിഞ്ഞു കൂടി ഇരിക്കണ്ടല്ലോ. നമ്മൾ കലാകാരല്ലേ, അപ്പോൾ അത്രയും സമയം നമ്മളെ കലാകാരോടൊപ്പം കഴിഞ്ഞുകൂടുന്ന ആ സമയമാണ് നമ്മുടെ ജീവിതത്തിലെ സ്വർഗീയ അനുഭൂതിയാണ്. അവിടെ റിലാക്സ് ആണ്. എല്ലാവരെയും കണ്ടു കേട്ടു അഭിനയിച്ചു ഡയലോഗ് പഠിച്ചു. അതൊരു സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടുണ്ട് കേൾക്കുന്നു. ഏതാ മോളെ? ആശാൻ പടത്തിൽ സിഗരറ്റ് ഒക്കെ വലിച്ചിട്ടാണെന്ന്. സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ഒരു സീനുണ്ട്. മോഡേൺ അത് ഇറങ്ങാൻ പോകുന്ന പടമല്ലേ, അടിപൊളി പടമാണ്. അതിനൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ. നമ്മൾ കഥകളിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രൻസ് ഞാൻ, നമ്മുടെ ജാടയില്ലാത്ത ആർട്ടിസ്റ്റുകൾ, അവരോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മളെ പോലെ ആ സ്നേഹം സാധാരണ ഇന്ദ്രൻസ്, ജഗദീഷ്, ബേസല് എന്ന് വേണ്ട ജാടയില്ലാത്ത കുറെ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതാണ്. താരജാടയില്ല, എന്തോ ഇതിന്റെ ജാടയാ. ഇപ്പൊ ബേസിലിനെ പറയുകയാണെങ്കിൽ ഒരു താരജാടയില്ല, എന്ന് വെച്ചാൽ നല്ലൊരു സംവിധായകനാണ്, നടനാണ്, എല്ലാമാണ്. ഒരു നമ്മള് സാധാരണക്കാരൻ, അതാണ് മോന്റെ പ്ലസ് പോയിന്റ്. ഇപ്പൊ ജയജയഹയിലാണല്ലോ അമ്മ ആദ്യമായിട്ട് ബേസിലിനെ കാണുന്നത്. അപ്പൊ സെറ്റിലൊക്കെ വരുമ്പോ എപ്പോഴും ചിരിച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ. ചില സമയത്തൊക്കെ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ആക്ഷൻ ഇടുമ്പോൾ അവിടെ ചിരിക്കും. എങ്ങനെയാ ചിരിക്കുകയൊക്കെ ചെയ്യാം? ചിരിക്കും. എങ്ങനെയാ ബേസിലിന്റെ ചിരി ഒന്ന് ചിരിക്കാൻ പറ്റും? അത് ചിരിക്കാൻ ഇപ്പൊ ക്രാഷായി കിടക്കുക, കിലുകിലാന്നൊക്കെ പോകും. ഞാൻ അനുകരിച്ച് കേൾപ്പിക്കുമായിരുന്നു. എനിക്ക്
ഇപ്പൊ അതങ്ങോട്ട് കിട്ടുന്നില്ല, ക്രാഷായി കിടക്കും നമ്മള്. എന്നാലും ആ ഒന്ന് കിലുകിലോന്ന് ഒരു 5 മിനിറ്റ് നിൽക്കും അത് അങ്ങ് പോകും. അത് ശരിയാ, ബേസിലായിട്ട് അത് ഇങ്ങനെ അങ്ങ് നല്ല രസമാണ് അത് കാണാൻ, ഒരു കളങ്കമില്ലാത്ത ഒരു ചിരി. അപ്പൊ സെറ്റിലൊക്കെ നല്ല നല്ല സോഷ്യലാ, അറിയാൻ പറ്റും. സോഷ്യലാ. വന്നാ അങ്ങോട്ടേക്ക് വരുമല്ലയോ, അല്ലാതെ എല്ലാരും ആ ആ എന്നുള്ളത്. ഇപ്പൊ പൃഥ്വിരാജിന്റെ സെറ്റിലെ പിന്നെ ഗുരുവായൂരമ്പലം നടയിൽ എൻ്റെ മോനും കുഞ്ഞും എല്ലാം കൂടെ കളമശ്ശേരിയിൽ അവൻ്റെ ഭാര്യയെ കൊണ്ട് പ്ലെയിനെ വിട്ടിട്ട് തിരിച്ചു വരുന്ന വഴി സെറ്റിൽ കയറിയപ്പോൾ ഞാൻ ചെന്ന് മോൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മോനും കുഞ്ഞും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് കാണിച്ചു. ചോറുണ്ണുമായിരുന്നു. അത് കഴിഞ്ഞ് സെറ്റിലെ ഡ്രസ്സ് അല്ലാതെ ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഔട്ടാക്കാൻ പാടില്ല. അമ്മയെ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ മൂന്നുകൂടെ പോയി ധാരവാന ഇന്ന് എടുത്തു ഫോട്ടോ എടുത്ത്. നല്ല ഒരു ഡൗൺ ടു എർത്ത് ആണ് എല്ലാവരോടും. രേഖ, ജഗദീഷ് എല്ലാവരുടെയും കൂടെ ഒന്ന് ഫോട്ടോ എടുത്ത് ഇട്ടപ്പോൾ ഇതൊക്കെ എവിടുന്ന് സാധിച്ചു? എൻ്റെ അമ്മയുടെ കൂടെ പോയതുകൊണ്ട് സാധിച്ചു. അത് അവർക്ക് കണി കാണാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റുകളെ എല്ലാവരും കൊതിച്ചിരിക്കുമല്ലേ അവരെയൊക്കെ ഒന്ന് കാണാൻ. നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവായപ്പോഴത്തെ അവർക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇവരെയൊക്കെ ഒന്ന് കാണാനും എടുക്കാനും ഒക്കെ പിന്നെ നല്ല. പിന്നെ അമ്മ ഈ ജയ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പം ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു കേരളത്തിലെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അമ്മയും ആ ഒരു കുടുംബ പശ്ചാത്തലമാണ് പറയുന്നത്. അപ്പൊ അതിലെ അമ്മ മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്ന, എല്ലാം മക്കൾക്ക് വേണ്ടി എപ്പോഴും അടുക്കളയിലാണ്. ശരിക്കും അങ്ങനെയാണോ കേരളത്തിലെ അമ്മമാർ? അമ്മ എങ്ങനെയാണ് ശരിക്കും കനകം? കേരളത്തിലെ എല്ലാ അമ്മമാരെയും ഒന്നിച്ച് കൂട്ടാൻ പറ്റത്തില്ല. വ്യത്യസ്ത ക്യാരക്ടറല്ലേ ഓരോ അമ്മമാരും. അമ്മയുടെ അനുഭവം മക്കൾക്ക് വേണ്ടി ജീവിക്കണം. അമ്മയുടെ കടപ്പാടാണ് അവരെ ഒരു കരയ്ക്ക് എത്തിക്കുക, അവർക്കൊരു വഴി കാണിച്ചു, ജന്മവും ജീവിതമാർഗവും കാട്ടണമെന്നാണ്. അത് കാട്ടി അവരെ ഒരു കരയ്ക്ക് എത്തിക്കുക നമ്മുടെ കടപ്പാടാണ്. അവർ നോക്കുമോ നോക്കാതിരിക്കുമോ ഒന്നും വിഷയമല്ല, അത് അവരുടെ കടപ്പാടാണ്. അത് അവർക്ക് തോന്നേണ്ടതാ, നമുക്ക് അടിച്ചേൽപ്പിക്കാനുള്ളതല്ല, നോക്കേണ്ടതാണ്. ഞാൻ നോക്കി എൻ്റെ മാതാപിതാക്കളെ ഇപ്പോഴും ഉണർന്നെഴുന്നേറ്റ് വന്നാൽ എൻ്റെ മാതാപിതാക്കളെ വണങ്ങിയതിന് ശേഷമേ ഉള്ളൂ ബാക്കി എന്തും. അപ്പൊ അമ്മ അതില് മകനെ സ്നേഹിക്കുന്ന നല്ലൊരു അമ്മയാണ്. ശരിക്കും അമ്മയും ശരിക്കും മക്കളെ അങ്ങനെ തന്നെ. അമ്മയുടെ റിയൽ ലൈഫ് എങ്ങനെയാണ് ശരിക്കും? ആ ഒരു അതിൽ കണ്ട അമ്മ തന്നെയാണോ? ഏതാ മറ്റേ ജയജയഹേലെ അമ്മ ഭർത്താവിൻ്റെ പീഡനങ്ങൾ മൊത്തം സഹിച്ച്, മകൻ്റെ പീഡനവും ജനിച്ച് കിയാക്കിയ മാറിയപ്പം ഓരെ ഓർമ്മ വെച്ച കാലം മുതൽ അവന് ഇടിയപ്പം കടലക്കറിയും മതി. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം മുളക് വെയിലത്തിട്ട്, കണ്ടില്ലേ സിനിമ? മുളക് വെയിലത്തിട്ട് ഇത് വഴിയിൽ നിന്ന് മാറ്റിയിട്ടുകൂടായോ? ആ കുനിഞ്ഞു തള്ള ഈ പറയുന്ന സമയത്ത് ഇതൊന്ന് മാറ്റിയിട്ടാ പോരായിരുന്നു, കേട്ടാൽ വഴക്കാ. അതുകൊണ്ട് ആ അമ്മ സഹനശക്തിയുള്ള നിസ്സംഗയായ ഒരമ്മ, അതാണ് ജയദേഹിയിലെ അമ്മ. റിയൽ ജീവിതത്തിലെ അമ്മ എങ്ങനെയാ? അത് മക്കളൊക്കെ ചെയ്യുന്നതായാലും എല്ലാം സഹിച്ച് ഞാനന്ന് നന്നാകും എൻ്റെ ദൈവമേ എന്നുള്ള ഒരു രീതിയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പം കാട്ടിക്കൂട്ടിയതെല്ലാം കണ്ട് രാജേഷോടെ നിന്നേ സ്നേഹിക്കുന്നത് ശിക്ഷിക്കാനും പോകുന്ന ഒരമ്മയാണത്. രാജേഷോടെ നിന്നേ ചോദിക്കാനുണ്ട് കാര്യങ്ങളെന്നുള്ള, അതാണ് ഒരമ്മയ്ക്ക് അതേ കഴിയൂ. അമ്മയുടെ ശരിക്കും ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയാണ്? ജീവിതത്തിലോ ഞാനിങ്ങനെയൊക്കെ തന്നെ, മരുമകളോട് വഴക്കിടത്തില്ല. ഞാനൊന്ന് ഒച്ചിപ്പോന്ന് മോളെ എന്നല്ലാതൊന്നും വിളിച്ചിട്ടില്ല എൻ്റെ മരുമകളെ. ഞാൻ നാരായണി മോളെ എന്നുള്ള പേര് പറഞ്ഞില്ല എങ്കിൽ കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്നതാ. മോളേന്ന് വിളിക്കുമ്പോൾ ഇവള് വിളി കേൾക്കും. അപ്പോൾ ഞാൻ പറയും, ഓ പിന്നെ ഇവിടെ നീ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മോളെ, എൻ്റെ കൊച്ചുമോളെ. അപ്പം അങ്ങനെ ഒരു സോഷ്യൽ മൈൻഡാണ് എൻ്റേത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർഗത്തിലാണെങ്കിലും വീട്ടിൽ ഇരുന്നാൽ ഞാനൊന്നും അല്ല മോളെ, ഇരുന്നങ്ങ് ഞെരുങ്ങി, ഞാനെങ്ങും അപ്പുറം ഒന്നും പോകാതെ അവിടെ അങ്ങ് ഞെരുങ്ങിയിരുന്ന് നമുക്ക് ഒക്കത്തില്ല. കാരണം 8 മക്കളിൽ ഏറ്റവും ഉള്ളതല്ലേ. അപ്പൊ 8 മക്കളുടെ പേരെങ്ങനെയായിരുന്നു അമ്മ? ഭയങ്കര കരുണാകരൻ, കാതരാക്ഷി, കമലാക്ഷി, കമലൻ, കാദംബരി, കാർത്തികേയൻ, കമലമ്മ, കനകമ്മ. അപ്പം ഈ സിനിമകൾ ഒരുപാട് ഇറങ്ങാനുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ പരമ്പരകളിലൂടെയൊക്കെ ഇങ്ങനെ പോവാണ്. ഇനി ഒരുപാട് വേഷങ്ങൾ കിട്ടട്ടെ, ഈ പറഞ്ഞതുപോലെ ഇരുത്തം വന്ന ഒരു അമ്മയൊക്കെ ആയിട്ട്. അപ്പം എല്ലാവിധ ആശംസകളും അമ്മ ഇത്രയും നേരം. എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിനും എൻ്റെ സ്നേഹാദരങ്ങളോടെ നന്ദി. എല്ലാവർക്കും നമസ്കാരം.